അപ്പോൾ നമ്മളിപ്പോൾ അഹമ്മദാബാദ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഏകദേശം സമയം 11 മണി കഴിഞ്ഞ് 12 മണിയാവാനായി, 11:45 ആയി. നമ്മൾ ഇവിടെ ഒരു കാശ്മീരി പഞ്ചാബി ധാബ ഉണ്ട്, അവിടെയാണ് ഉള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, നോമ്പ് തുടങ്ങി. അതുകൊണ്ട് നമ്മളെ ഫായിസിന് നോമ്പാണ്. അപ്പോൾ രാവിലെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് അവന് വേണ്ടി ഉണ്ടാക്കി. ഞങ്ങൾ പിന്നെ രാവിലെ കൊണ്ടൊന്നും കഴിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പാടെ കൂടിയിട്ടൊരു ബ്രഞ്ചായി കഴിക്കാൻ പോവുക. ഇന്ന് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, നമ്മളെ പട്ടേലിൻ്റെ പ്രതിമ കാണണമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഫുഡ്. പറഞ്ഞോ, എന്താ പറഞ്ഞേ? പറഞ്ഞില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളപ്പോൾ ഈ ധാബയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഒന്ന് ആലു പൊറോട്ടയാണ് ഓർഡർ ചെയ്ത്, അതിവിടെ കിട്ടിയിട്ടുണ്ട്. അത് അജയ് നല്ല മടമടാന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും വിശപ്പുണ്ട്. ഉച്ചവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഫുഡ് കൈ ഉറക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഫുഡ് നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ വെറൈറ്റി എന്താ വെച്ചാൽ ഇവിടെ വെജ് മാത്രമേ കാര്യമായിട്ട് കിട്ടുള്ളൂ. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതും വെജ് തന്നെയാണ്. ഞാൻ ഓർഡർ ചെയ്തത് ബട്ടർ ചപ്പാത്തി ആൻഡ് പനീർ ടിക്ക. നമ്മൾ ഫുഡ് കഴിച്ച് വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളെ കാറുള്ളത്. നല്ല ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ അതുകൊണ്ട് പാഴ്സൽ വാങ്ങി. ഈ വൈകുന്നേരം ഇനി അടുത്ത ഫുഡുള്ളൂ, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, അപ്പോൾ ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് ഇനി 187 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഫുൾ ചാർജ് ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടതിന് ശേഷമേ ഉള്ളൂ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ഏകദേശം 3 മണിക്കൂർ 7 മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത്. 4:46 ആകുമ്പോഴേ എത്തും. അപ്പോൾ ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പോൾ 6 മണി വരെ ടിക്കറ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വൈകുന്നേരം ഈവനിങ് എത്തുകയാണെങ്കിൽ സൺസെറ്റും കൂടിയും കിട്ടിയാൽ പൊളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഫായിസ്. ഞങ്ങളപ്പോൾ തിരിച്ച് വഡോദരയ്ക്കുള്ള ഹൈവേയിൽ കയറിയിട്ടുണ്ട്. 100 ഇവിടുത്തെ സ്പീഡ്. നല്ല രസമാണ് ഈ റോഡ് കാണാൻ. റോഡ് ട്രിപ്പിന് പറ്റിയൊരു റോഡ് തന്നെയാണ്. നമ്മൾ ഈ ഹൈവേ നല്ല ഭംഗിയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളെ വണ്ടീനെ പറ്റി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. റോഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ക്രൂയിസ് കൺട്രോൾ ഓണാക്കി ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ നമ്മളെ വണ്ടി അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണ് ഉള്ളത്. കാല് നോക്കി നമ്മൾ സ്റ്റിയറിംഗ് യൂസ് ചെയ്യണില്ല. അതേപോലെ നമ്മളെ ആക്സിലേറ്ററും ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വണ്ടി തനിയെ സ്പീഡ് കുറഞ്ഞു. ഇടയ്ക്കൊന്ന് കൈ പിടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ തന്നെ കൈ പിടിച്ച് തിരിക്കുക തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ തനിയെ വണ്ടി കയറി പോയിക്കോളും. ഇപ്പോൾ 100 കിലോമീറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും 77-ലാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മളെ മുന്നിലുള്ള ബസ്സിൻ്റെ സ്പീഡാണത്. അപ്പോൾ ബസ്സിനെ മിമിക് ചെയ്തിട്ട് ബസ്സിൻ്റെ സ്പീഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏകദേശം സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് എത്തിയിട്ടുണ്ട്. ഇത് അവിടെ ഇതുണ്ട്, വെൽക്കം ടു ദ വേൾഡ്സ് ടാളസ്റ്റ്. 11 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. പക്ഷെ ഇത്രയും ടാളസ്റ്റ് ആയിട്ട് ഞങ്ങൾ കുറേ നേരമായി നോക്കണു. ഒരു മലമുകളിലും പട്ടേൽ സാറിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എവിടെയെങ്കിലും കാണാം, ആരാദ്യം കാണുകയാണ് ഇവിടുത്തെ ചർച്ച. സംഭവം കാണാനില്ല. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഒരു ഫോഗി പോലല്ലേ, അതുകൊണ്ടായിരിക്കും കാണാത്തത്. നമ്മൾ ഏകദേശം എത്താനായി. ഇനിയൊരു 7 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. നമ്മളെ ഇന്ത്യയുടെ കൊടി ഇവിടെ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചാണല്ലേ. ഹലോ, നമ്മളപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് ഇനി ഒന്നുകിൽ ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഓട്ടോറിക്ഷയാണ്, അതും ലേഡീസാണ് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് മൊത്തം. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. നമ്മുടെ പട്ടേൽ പ്രതിമ അതവിടെ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഹലോ, അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ അവിടെ എത്തി. ഇവിടെയാണ് ടിക്കറ്റ് സെൻറ്റർ, ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി ടിക്കറ്റ് കാണിക്കേണ്ട സ്ഥലം ഇവിടെയാണ്. ഇവിടെ കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ,
ടിക്കറ്റ് ചാർജ് വന്നത് ഏകദേശം 380 റുപ്പീസാണ് ഒരാൾക്ക്. അടിപൊളിയില്ലേ? ഇത്രയും വലിപ്പമുണ്ടെന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിയാലേ മനസ്സിലാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്തു. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇവിടെ. കണ്ടോ അതിൻ്റെ ചുറ്റുമുള്ള ആ നിർമ്മിതികളും കാര്യങ്ങളും. നമുക്ക് പുറത്തൊരു രാജ്യത്തുനിന്ന് ഒരാളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തോന്നില്ല, കാരണം അത്രയും നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്നിരുന്ന് ഇതുണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, മോഡി കാക്കയ്ക്ക് കാഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കി, എന്തിനാണ് ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് 3000 കോടി ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പൈസ എത്രയോ ചിലവാക്കിയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ഇത് കണ്ടോ, ഇത് ഇപ്പോൾ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്കുള്ള മൂവിങ് വാക്ക് വേ ഉണ്ട് ഇവിടെ. സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പിൻ്റെ അപ്പുറത്ത് എസ്കലേറ്റർ ഉണ്ട്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അത്രയും സ്റ്റാൻഡേർഡായിട്ടാണ് നമ്മൾ ഈ നിർമ്മിതി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ്. അടിപൊളിയായിട്ടുണ്ട്. ദിസ് ഈസ് ഇറ്റ് മാൻ, ദിസ് ഈസ് ഇറ്റ്. വാവ്, അടിപൊളി. നോ വേർഡ്സ്. ഉള്ളിലേക്ക് കയറല്ലേ. ഇതിൻ്റെ ഉള്ളിലൊരു ഹൈ സ്പീഡ് എസ്കലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദറും മദറും കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്തായാലും കാണേണ്ട ഒരു നിർമ്മിതിയാണെന്നുള്ളത്. അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് ബാക്കി അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം. നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ദ അയൺ മാൻ, സർദാർ വല്ലഭായ് പട്ടേൽ, അയാളുടെ പ്രതിമ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇത്രയും കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത് നമ്മളെ ചെറിയ ചെറിയ രാജ്യങ്ങളും ഹൈദരാബാദ് അതുപോലത്തെ കുറേ രാജ്യങ്ങളായിട്ടാണല്ലോ നമ്മൾ ഇന്ത്യ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ യൂണിറ്റിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിച്ച കാര്യങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, അയാളുടെ സ്മാരക സൂചകമായിട്ട്. ഈ ബിൽഡിംഗ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പട്ടേൽ പ്രതിമയുടെ കാലിൻ്റെ ചോട്ടിലുള്ള ചെറിയൊരു ബിൽഡിംഗ് കണ്ടില്ലേ, അതിലാണ്. അതാണ് ഇത്രയും വലിയത്. $550 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനൊക്കെ യുണൈറ്റ് ചെയ്തിട്ട് ഒരൊറ്റ രാജ്യമാക്കി മാറ്റാൻ പട്ടേൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സൊക്കെ. പ്ലഡ്ജ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ള പ്ലഡ്ജ് തിരഞ്ഞെടുക്കാം. യെസ്, കണ്ടോ എൻ്റെ പ്ലഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. ഈസ് ദ വ്യൂ ഗാർഡൻ. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ഇവിടെ എത്തി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടേൽജിയുടെ ഹാർട്ട് ലെവലിലാണ്, ഹൃദയഭാഗത്ത്. ഇതിന് മുകളിലേക്കുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കതിൻ്റെ വ്യൂ ഉള്ളത്. അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. സംഭവം ഫുള്ള് ഉരുക്കും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എൻജിനീയറിംഗ് മാർവൽ. ഉരുക്കു മനുഷ്യൻ ഈസ് ഫുൾ ഓഫ് ഉരുക്ക്. നർമ്മദ റിവറാണ് ഈ കാണുന്നത്. നർമ്മദ റിവറിലേക്ക് നോക്കി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. വണ്ടികളും ഇതൊക്കെ വളരെ ചെറുതാണ്.
നമ്മൾ വന്ന റോഡാണത്. അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ടാകുമ്പോൾ വന്നാളെ സുഖം അതാണ്. വേറൊരു മനുഷ്യനും ഉണ്ടാവില്ല ഇവിടെ. ഞാനും ഫായിസും പിന്നെ ഞങ്ങളെ പട്ടേൽ പ്രതിമയും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മളിത് എത്ര വലുതാണെന്ന് മനസ്സിലാവുക. ഞാൻ ഇത് കണ്ടോ, ഹീലിൻ്റെ അത്രയേ ഉള്ളൂ ഞാൻ. അപ്പോൾ അത്രയും വലുതാണ്. 182 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഹൈറ്റ്. 182 മീറ്റേഴ്സ്. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഓ, എന്താ അതിൻ്റെ വലുപ്പമൊന്നും പറയാനില്ല. നമ്മളെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഏകദേശം 2 ഇരട്ടിയോളം ഹൈറ്റ് ഉണ്ട്. വേൾഡിലെ ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ള സ്റ്റാച്യു ആണിത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. കണ്ടോ ഇതിൻ്റെ വലുപ്പം? എന്താല്ലേ, നമുക്കിവിടെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ വലുപ്പം മനസ്സിലാവും. നമുക്ക് വിരലിൻ്റെ ഒക്കെ ഒരു സൈസ് കണ്ടോ. കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. നമ്മൾ ഗുജറാത്തിക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. അടിപൊളി. എടാ ഒരു ഫോട്ടോ എടുത്താലോ? ഓൾമോസ്റ്റ് എല്ലാവരെയും ഇറക്കി തുടങ്ങി. കറക്റ്റ് 6 മണിയാകുമ്പോഴത്തേനും ഇങ്ങനെ ഇറങ്ങാൻ പറയും. ഇപ്പം ഏകദേശം എത്ര സമയം? 6 അല്ലേ? 6 മണി വരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. 6:30 ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ അനൗൺസ്മെൻ്റ് ആണ് കേൾക്കുന്നത്. പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതിൻ്റെ സൈഡിലുള്ള ഗാർഡനൊക്കെയാണിത്. നല്ല രസമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ ഓവറാക്കൽസും ഇല്ല, എന്നാൽ അത്ര മോശമല്ല. നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം കുറേ സോഷ്യൽ എൻഗേജ്മെൻറ്റ് ഓർഗനൈസേഷൻസും വളണ്ടിയേഴ്സും ഒക്കെ പടം കൂടിയിട്ട് 1,69,000 വില്ലേജസിൽ നിന്ന് സോയിലും പാർട്സും ഒക്കെ കളക്ട് ചെയ്തു ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ടാണ് നമ്മളെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്കുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കിയത്. ഈ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കിയത് അങ്ങനെയാണെന്നാണ് അതിൽ പറയുന്നത്. അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇരുന്നാൽ സുഖമായിട്ട് കാണാൻ പറ്റും. ടിക്കറ്റിന് ക്യാഷൊന്നും ഇല്ല തോന്നുന്നു, പക്ഷെ അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഏകദേശം 7:15 സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതുവരെ കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. ഫായ്സിൻ്റെ നോമ്പുതുറ ഇതിലാണ്. നോമ്പുതുറ സാധനമാണിത്. സ്വീറ്റ് കോണും കുറച്ച് വത്തക്കയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നോമ്പുതുറ. ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ട് അവിടെ നിന്ന് പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നെയ്ച്ചായി. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനത് പ്ലാന്. നമ്മളൊരു റൂം സ്റ്റേ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഫുഡ് കഴിക്കണം, കാറ് ചാർജ് ചെയ്യണം. എന്നിട്ട് നാളെ രാവിലെ നോമ്പാണല്ലോ, അപ്പോൾ രാവിലെ അത്താഴത്തിന് എണീറ്റ് അതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹൈദരാബാദ് വിടും. അപ്പോൾ അജന്ത എല്ലോറ കേവ്സ് കാണുന്നതാണ് പ്ലാന്. അതിൽ ഏതെങ്കിലും ഒന്നേ കാണും. മിക്കവാറും എല്ലോറ കേവ്സേ കാണുന്നുണ്ടാവുള്ളൂ. അത് ഓൺ ദ വേ ആണ്. കണ്ടിട്ട് പിന്നെ നേരെ ഹൈദരാബാദ് പോകണം. അങ്ങനെയാണ് പ്ലാന്. സോ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.
ടാറ്റ യൂട്യൂബ്.